അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിഅലിൻ്റെ അടയാളങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇസ്മിൻ്റെ അടയാളങ്ങളാണ്. അതായത് ഒരു വാക്ക് കണ്ടാൽ അത് ഇസ്മാണോ ഫിഅലാണോ ഹർഫാണോ എന്നറിയാൻ ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് പഠിക്കുന്നത് ഫിഅലിൻ്റെ അഥവാ ക്രിയയുടെ അടയാളങ്ങൾ, അലമാത്തുൽ ഫിഅൽ എന്ന് പറയും. അത് നമ്മൾ ഇതുവരെ പഠിച്ചത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇസ്മ് നാമം, ഫിയല് ക്രിയ, ഹർഫ് അവ്യയം. ഇന്ന് ഫിയൽ അഥവാ ക്രിയ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളങ്ങൾ പഠിക്കാം. എന്താണ് ഫിയല്? ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുകയും ഒരു കാലവുമായി, അതായത് ഭൂതം, വർത്തമാനം, ഭാവി ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന പദമാണ് ഫിയൽ. അപ്പോൾ ഫിയലിന് എന്തുണ്ട്? കാലവുമായി ബന്ധമുണ്ട്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എന്നീ കാലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളാണെന്ത്? ഫിയൽ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് കത്തബ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എഴുതി എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ആക്ഷനാണ്. അതുപോലെ തന്നെ യക്തുബു എന്ന് പറഞ്ഞാൽ ഈ കത്തബ എഴുതി, അത് കഴിഞ്ഞതാണ്. യക്തുബു എന്ന് പറഞ്ഞാൽ അവൻ എഴുതുന്നു, അത് വർത്തമാനകാലമാണ്. മറ്റേത് ഭൂതകാലേനു കത്തബ എന്ന് പറഞ്ഞത്. യക്തുബു എന്ന് പറഞ്ഞത് എന്താണ്? വർത്തമാനകാലം. ഇനി ഉക്തുബു എന്ന് പറഞ്ഞാൽ ഉക്തുബ്, ഉക്തുബ് എഴുതുക, അതായത് കൽപ്പനാവാക്യാണത്. ഓനോട് എഴുതാൻ വേണ്ടി പറയുകയാണ് ഉക്തുബ്. അപ്പോൾ അത് അമ്ര എന്ന് പറയും. അതിന് പറയൽ എന്താണ്? അമ്ര എന്നാണ്. ഉക്തുബ്, ഇദ്ഹബ് എന്നൊക്കെ പറഞ്ഞത് അമ്രുകളാണ്. അപ്പോൾ ഫെയിലിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഒന്ന് നമുക്ക് ഓരോന്നോരോന്ന് പരിശോധിക്കാം. അവയ്ക്ക്, അതായത് ഫെയിലിൻ്റെ മുമ്പിൽ കത് ഉണ്ടായിരിക്കും. കത് ഒരു ഫെയിലിൻ്റെ മുമ്പിൽ എന്ത് വരും? കത് വരും. കത്. ഉദാഹരണം കത് ഫാറ, തീർച്ചയായും വിജയിച്ചു. കത് ഫാറ. ഇനി കത് ജാ എന്നാണെങ്കിലും അവിടെ കത് വെച്ചിട്ടുണ്ടല്ലോ. ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. അപ്പോൾ കത് ജാ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും വന്നു. അപ്പോൾ കത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നുള്ള അർത്ഥത്തിലാണ്. അതിനാൽ കത് സ്വീകരിക്കുന്ന പദം ഫീലാണ്. അപ്പോൾ ഏതിൻ്റെ മുമ്പിലാണോ കത് വരുന്നത് അത് ഫീലാണ്. ഒന്നാമത്തെ നിയമമാണ്. മനസ്സിലായല്ലോ? കത്. ഇപ്പോൾ ഉദാഹരണം കത് അഫ്ലഹൽ മുഅ്മിനൂൻ, കത് അഫ്ലഹ വെർബാണ് രണ്ടാമത്തെ. കത് മുമ്പിലും വന്നു. അപ്പോൾ ഒരു വെർബിന് മുമ്പിൽ എന്ത് വരും? കത് വരും. അല്ലെങ്കിൽ കതിന് ശേഷം ഒരു വെർബ് ഉണ്ടായിരിക്കും. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇതാണ് ഫീലിൻ്റെ ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തത് സീൻ. സീനില്ല, നമ്മളെ സീൻ എന്ന് പറയുന്ന വാക്ക് ഭാവി കാലം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരിക. ഭാവി കാലം, കാലങ്ങളുമായി ബന്ധപ്പെട്ടതാണല്ലോ ഫിയൽ എന്ന് പറഞ്ഞത്. വർത്തമാന ക്രിയയുടെ മുമ്പിലും വരും. അപ്പോൾ സീന് ഓടെ വരും. ഭാവി കാലം സൂചിപ്പിക്കുന്ന സീന് വർത്തമാന ക്രിയയുടെ മുമ്പിലും വരും. നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഉദാഹരണമായിട്ട് സയ്യദ് ഹബു. യദ്ഹബു എന്ന് പറഞ്ഞാൽ എന്താണ്? പോവുക എന്നുള്ള അർത്ഥത്തിലാവും. സയ്യദ് ഹബു എന്ന് പറഞ്ഞാലോ അവൻ പോകും. അപ്പോൾ എന്തായി? ഭാവിയായി. സയ്യദ് ഹബു സീന് വെച്ചതിനെ കൊണ്ട്. സയക്തുബു, കുത്തുബു എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതുക. സയക്തുബു എന്ന് പറഞ്ഞാലോ അവൻ എഴുതും, അവൻ എഴുതും. അപ്പോൾ സീന് വന്നാൽ അത് ഒന്നുകിൽ ഭാവി കാലം ഉണ്ടാവും, അതല്ലെങ്കിലോ വർത്തമാനകാലം ഉണ്ടാവും. അപ്പോൾ സീന് വരുന്ന, അല്ലെങ്കിൽ സീനിന് ശേഷം വരുന്ന പദം ക്രിയ ആയിരിക്കും എന്നർത്ഥം. ആദ്യത്തെ പറഞ്ഞ എന്തായിരുന്നു? കത് വരും. രണ്ടാമത്തെ പറഞ്ഞ എന്തെങ്കിലും പദത്തിന് മുമ്പിൽ സീന് വരും. മൂന്നാമത്തത് സൗഫ വരും. സൗഫ ഇതും ഭാവി കാലം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഉദാഹരണമായിട്ട് സൗഫ എർജിയോ. സൗഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവി കാലം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എർജിയു എന്ന് പറഞ്ഞാൽ മടങ്ങി. അപ്പം എന്താണ്? സൗഫ എർജിയു എന്ന് അവൻ തിരിച്ചു വരും. സൗഫ എർജിയു. സൗഫ യഫൂസു. സൗഫ യഫൂസു എന്ന് പറഞ്ഞാൽ അവൻ വിജയിക്കും. ഫസൽ യഫൂസു.
സൗഫ. സൗഫ യഫൂസു, അവൻ വിജയിക്കും. അതും എന്താണ്? ഭാവികാലാണ്. അപ്പോൾ സൗഫ വന്നാൽ അതിൻ്റെ ശേഷം വരുന്ന ഇസ്മ എന്തായിരിക്കും? ഫിയലായിരിക്കും എന്നർത്ഥം. അപ്പോൾ എന്താണ്? 3 കിട്ടി. കത് വരും, സീന് വരും, സൗഫ വരും. അപ്പോൾ നാലാമത്തതായിട്ട് പറയുന്നത് താ. താ സ്ത്രീലിംഗത്തിൻ്റെ താ. അൽ തനീസുർ സാക്കിന എന്നാണ് പറയാം. ഭൂതകാലക്രിയയുടെ അവസാനമാണ് ഇത് വരിക. ഏത്? ഈ താവ്. ഉദാഹരണമായിട്ട് കത്തബത്ത്. കത്തബ എഴുതി, അപ്പോൾ അവൻ എഴുതിയെന്നാണ്. കത്തബത്ത് എന്ന് പറഞ്ഞാലോ അവൾ എഴുതിയെന്നായി. അപ്പോൾ താ ലാസ്റ്റിലാണ് വരിക. താ. കത് മുമ്പിലാണ് വരിക, സീന് മുമ്പിലാണ് വരിക, സൗഫ മുമ്പിലാണ് വരിക. താ വരുന്നത് എവിടെ ആയിരിക്കും? ആ ഫിയലിൻ്റെ ലാസ്റ്റിലായിരിക്കും. അപ്പോൾ ഒരു ഫിയൽ ആണോ എന്ന് തിരിച്ചറിയാൻ താ ഉണ്ടോ നോക്കിയാൽ മതി. ലാസ്റ്റിൽ, ആ പദത്തിൻ്റെ ലാസ്റ്റിൽ. ദഹബത്ത്. ദഹബ എന്ന് പറഞ്ഞാൽ പോയിന്നാണ്. ദഹബത്ത് എന്ന് പറഞ്ഞാലോ അവൾ പോയിന്ന്. അപ്പോൾ സ്ത്രീലിംഗായി എന്നർത്ഥം. അപ്പോൾ അതും കിട്ടി നിങ്ങൾക്ക്. ഇനി അഞ്ചാമത്തത് താൽ ഫായിൽ, പ്രവൃത്തി ചെയ്ത ആളിനെ സൂചിപ്പിക്കുന്ന താ. ഉദാഹരണമായിട്ട് കത്തബത്ത്. കത്തബത്ത് ഞാൻ എഴുതി. പിന്നെ കത്തബത്ത് നീ ഒരു പുരുഷൻ എഴുതി. കത്തബത്ത് നീ ഒരു സ്ത്രീ എഴുതി. അപ്പോൾ അവിടെ എല്ലാം തന്നെ എന്താണ്? താവാണ്. താവിൽ ഫായിലിന് കിട്ടണമെങ്കിൽ എന്താ വേണം? ഒരു ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തബത്ത് എന്നുള്ളത് 3 രൂപത്തിലാണ്. ഞാൻ എഴുതി, നീ എഴുതി, പുരുഷന്, നീ സ്ത്രീയോ എഴുതിയതും. സ്ത്രീ എഴുതിയതിനും പുരുഷൻ എഴുതിയതിനും ഒക്കെ തന്നെ എന്താ പറയുക? കത്തബത്ത് എന്നാണ് പറയുക. ഇനി നമുക്ക് അപ്പോൾ 5 നമ്മൾ പഠിച്ച്. ഒന്നുകൂടി ആ 5 വരാം. കഥുണ്ടാവും, സീനുണ്ടാവും. ഇതൊക്കെ ക്രിയൻ്റെ മുമ്പിലാണ് കേട്ടോ. പിന്നെ സൗഫ ഉണ്ടാവും. അത് 3 ക്രിയൻ്റെ മുമ്പിലാണ്. ഇനി ലാസ്റ്റിൽ വരുന്നത്, ക്രിയൻ്റെ ലാസ്റ്റിൽ വരുന്നത് താ ആണ്. താ സ്ത്രീലിംഗത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6ാമത്തത് യാ ആണ്. യാ. അതങ്ങനെ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ആജ്ഞാരൂപത്തിലാണ് അത് വരിക. ഉദാഹരണമായിട്ട് ഉക്തുബി, ഉക്തുബി, ഉക്തുബു, ഉക്തുബി. പിന്നെ ഇത് ഹബി, ഇവിടെയൊക്കെ സ്ത്രീനോടാണ് പറയുന്നത്. നീ പോവുക. ഇത് ഹബ് എന്ന് പറഞ്ഞാൽ പുരുഷനോടായി. ഇത് ഹബി സ്ത്രീയോടായി. അപ്പോൾ യായിൽ മൊഹാത്വബ എന്നതിന് പറയാം. ഈ 6 ഓർമ്മിച്ചാൽ മതി. അതിൽ നിങ്ങൾക്ക് എത്രണ്ണാണ് മനസ്സിൽ നിൽക്കുന്നത് അതൊക്കെ ഓർമ്മിച്ചോളി. താ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ സ്ത്രീലിംഗം പുല്ലിംഗം എന്നൊക്കെ ഉള്ളത് പിന്നെ നോക്കിയാൽ മതി. താ ഉണ്ട്. ലാസ്റ്റിൽ ആ പദത്തിൻ്റെ ലാസ്റ്റിൽ എന്ത് വരും? താ വരും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു പദത്തിൽ കാണുന്നുവെങ്കിൽ അത് ഫിയൽ അഥവാ ക്രിയ ആണെന്ന് തിരിച്ചറിയാം. ഏത് അടയാളമാണ് ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് എന്താ പറഞ്ഞത്? കഥ. രണ്ടാമത്തെ എന്തെങ്കിലും ഞാൻ പറഞ്ഞത്? സീന്. മൂന്നാമത്തെ എന്തെങ്കിലും പറഞ്ഞത്? സൗഫ. നാലാമത്തെ എന്തെങ്കിലും പറഞ്ഞത്? 4ഉം 5ഉം 6ഉം താ തന്നെ, സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗമായിട്ടും. അത് ഫീലിൻ്റെ ലാസ്റ്റിലാണ് വരിക. ആദ്യം പറഞ്ഞത് 3ഉം ഫീലിൻ്റെ മുമ്പിലാണ് വരിക. ഇനി പരിശീലനത്തിലേക്ക് നമുക്ക് വരാം. താഴെ പറയുന്നവയിൽ ഫീല് കണ്ടെത്താനാണ് പറഞ്ഞത്. ഒന്നാമത്തേത് കത് ദഹബ. ഇവിടെ ഫീൽ ഏതാണ്? ദഹബ എന്നുള്ളതാണ്. കഥ മുമ്പിലാണല്ലോ വന്നത്. പിന്നെ സയകുത്തുബു, സീന് മുമ്പിലാണ് വന്നത്. അപ്പോൾ കുത്തുബു. സൗഫ എർജിയു, അതിലേതാണ് ഫീല്? എർജിയു, കാരണം സൗഫ മുമ്പിൽ വന്ന്. പിന്നെ കതബത്ത് ലാസ്റ്റിൽ താ വന്ന്. പിന്നെ ഉക്സ്തുബി, ഉക്സ്തുബി സ്ത്രീലിംഗാണ്. അപ്പോൾ യാ വന്നെന്നർത്ഥം. ഇതെല്ലാം തന്നെ എന്താണ്? എല്ലാം ഫേലുകളാണ്. ഞാൻ പറയുന്നത് മുഴുവനും ഫേലുകളാണ്. കാരണം എന്താ? അതിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പദങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. കഥുണ്ട്, സീനുണ്ട്, സോഫ് ഉണ്ട്, പിന്നെ ലാസ്റ്റിൽ താ വന്നിക്കണ്, യായും വന്നിക്കണ്. അപ്പോൾ ഫീലിൻ്റെ പ്രധാന അടയാളങ്ങൾ കഥ് 1, സീന് 2, സൗഫ 3, താവ് 4, താവ് ഫായിൽ 5, യാവ് 6. അതിൽ താ 2 തരം തായും യായും സ്ത്രീലിംഗത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്.
ഈ അടയാളങ്ങൾ മനസ്സിലാക്കിയാൽ അറബി വാക്യങ്ങളിൽ ക്രിയകൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ക്രിയകളെ തിരിച്ചറിയുന്ന വിധം എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത പാഠത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹർഫിൻ്റെ അടയാളങ്ങളും അത് തിരിച്ചറിയാനുള്ള മാർഗവും മനസ്സിലാക്കാം. നമ്മൾ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ആദ്യം നമ്മൾ ഇസ്മിനെ തിരിച്ചറിയാനുള്ള മാർഗം പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, ആ വീഡിയോ നിങ്ങൾ കണ്ടത്. ഇന്നിപ്പോൾ പറഞ്ഞെന്താണ്, ഒരു ഫിയലിനെ തിരിച്ചറിയാനുള്ള മാർഗം എത്രയാണ്? 6 മറ്റേതെന്തെല്ലേനു? ഇസ്മിനെ തിരിച്ചറിയാൻ പിന്നെ തെൻവീൻ ഉണ്ടാവും അല്ലേ, പിന്നെ അല്ലുണ്ടാവും, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ 5 മിനിറ്റിൻ്റെ വീഡിയോ അല്ലേ ഉള്ളൂ, അപ്പോൾ വേഗം മനസ്സിലാവുന്ന അർത്ഥം. ഇൻഷാ അല്ലാഹ് അള്ളാഹു കേട്ടത് അനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.